എനിക്ക് തോന്നുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യുന്നതും മലയാളികളാണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ബോംബെയിലൊന്നും നോക്കിയിട്ടും കൂടുതലും ഈ ചാരിറ്റിയുമായി ബന്ധപ്പെടുന്നതെല്ലാം മലയാളീസാണ്. മലയാളികളാണ്, എല്ലാ തലത്തിലും എത്തപ്പെടുമല്ലോ. ഒരു മലയാളികൾ ഇവിടെ 2000 ഫാമിലീസ് ഉണ്ട് നിലവിൽ മാത്രം, മലയാളി ഫാമിലീസ് ഉണ്ട്. ഈ 2000 ഫാമിലിയിൽ ഒരാൾക്ക് പോലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാ മലയാളികളും അറിയും, അവിടെ ഒത്തുകൂടും. കഴിയാവുന്ന രീതിയിൽ ഇപ്പം ലീവ് ഇല്ലെങ്കിലും ലീവ് എടുത്തു വരുന്നതാണ് അവർക്ക് വേണ്ടത് ചെയ്യാനുള്ള മനസ്സുള്ള ആൾക്കാരാണ് എല്ലാവരും. നല്ല സന്മനസ്സുള്ള ആൾക്കാരാണ് ഇവിടുത്തെ മലയാളികളെല്ലാവരും. ആരും ഒരു ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ തിരക്കുള്ളൊരു ജീവിതമായിരിക്കില്ല, കാരണം അതിൻ്റെ ഒരു ബിസിനസ് ഡീൽ നടക്കുന്ന സമയത്ത് മാത്രമായിരിക്കില്ല. അങ്ങനെയുള്ളൂ. അപ്പോൾ കൂടുതൽ സമയം കുടുംബമായിട്ട് കഴിക്കാൻ ഉണ്ട്. അപ്പോൾ കുടുംബമായിട്ട് ചെലവഴിക്കുന്ന സന്തോഷ നിമിഷങ്ങൾ എന്തൊക്കെയാണ്? കുടുംബം ഞങ്ങളെല്ലാവരും കൂടി പല നിങ്ങളെ പോലുള്ള ഷോ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പിക്ചറിനെ കുറിച്ച് സംസാരിക്കുക. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇന്ന ആളാണ് നല്ലത്, ഇന്ന ആൾ അഭിനേതാവാണോ, ഇന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുക. പിന്നെ ഞങ്ങളുടെ കുടുംബക്കാർ പഴയ എൻ്റെ കുറ്റം പറിച്ചിട്ടും അവർ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ അനുഭവിച്ച തമാശകളും അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പിള്ളേരായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ്, നാടുമായിട്ടുള്ള ഒരു ടച്ച് അവർക്കുണ്ടാവണം എന്നുള്ള കേസിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കും. അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതൊക്കെയാണ് നമ്മൾ. മക്കളെ നല്ലതിലാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളൂ, അവരും കൂടി തീരുമാനിക്കട്ടെ. മക്കളെ നമുക്കൊരു അങ്ങനെ ഒരു അവരുടെ കൂടെ ഇത് നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അവരുടെ ഇഷ്ടം എന്താണ്, അവരുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത്. മീൻസ് ഒരാളും ഞങ്ങൾ അങ്ങനെ ഇത് ചെയ്യാറില്ല, മീൻസ് കമ്പൽ ചെയ്യാറില്ല. നീ ഇന്നതായിത്തീരണം എന്നൊന്നുമില്ല. അതുപോലെ പഠിപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഫോഴ്സ് ചെയ്യാറില്ല. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്ത് അവർ ആവറേജ് എല്ലാം അങ്ങനെയൊന്നുമില്ല. അറിഞ്ഞിട്ടില്ല. അതാണ്. അല്ല, അതിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല. കാരണം നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ള കാലഘട്ടമല്ല ഇപ്പം പിള്ളേരെല്ലാം ഇതായിപ്പോയി. മീൻസ് എന്താ പറയുക, ഒരു ന്യൂക്ലിയർ ഇതാണല്ലോ. അപ്പോൾ അത് പിള്ളേർ അതിലേക്ക് നമ്മൾ അനുഭവിച്ച പോലെ അവർ അനുഭവിക്കട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥം. പറഞ്ഞ് മനസ്സിലാക്കുക, യഥാർത്ഥ ജീവിതമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാം അവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അവരും മീൻസ് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അവരുടെ ഇതുകൂടി ഉണ്ടാവുമല്ലോ. കാരണം ഇപ്പോൾ അവർ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ കഷ്ടപ്പെട്ട കാലഘട്ടങ്ങളിലല്ല ഇപ്പോഴത്തെ സ്ഥിതി, ഇപ്പോൾ മാറി. ഇപ്പോൾ അന്ന് നിങ്ങൾക്ക് 10 രൂപയ്ക്ക് വിഷമമുണ്ടെങ്കിൽ ഇന്ന് 100 രൂപയ്ക്കാണ് വിഷമം. അതൊരു സ്റ്റേജ്, അത് കഴിഞ്ഞു പോയി. ഇപ്പം ഞങ്ങൾ ജീവിക്കുന്ന രീതിയിൽ ഇന്ന് ഈ ഇലക്ട്രോണിക്സ് യുഗങ്ങളാണ്. അപ്പോൾ മീൻസ് അതിനനുസരിച്ചുള്ള ഇതിൽ ഞങ്ങൾ പോകുന്നു. ആ ഒരു എന്താ പറയുക, നാടോടുമ്പോൾ നടുപോയി വിടുന്നു പറയത്തില്ല, അതുപോലെ ചെയ്യുന്നു. പ്രേമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും പ്രേമിക്കുന്നവരുടെ മനസ്സിലൊരു പാട്ടുണ്ടാവും, കാരണം അതായിരിക്കും അവരുടെ ഒരു ഓർമ്മ. എന്തായാലും ആ ഒരു പാട്ട് എന്തായിരിക്കും? അതാണ് ഇപ്പോൾ കഷ്ടം. ഈ പാട്ട് പാടുന്ന കാര്യം കഷ്ടം. പാട്ട് പാടേണ്ട ആവശ്യമില്ല, പക്ഷേ ഓർമ്മകളിൽ എൻ്റെ വൈഫിൻ്റെ പേരിന് അനുഭവിച്ചു ഓമനാലെ കണ്ടു ഞാൻ എന്നുള്ള പാട്ട്. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ. എന്തായാലും ആ ഒരു കാലഘട്ടത്തിൽ ഏതൊക്കെ താരങ്ങളായിരുന്നു സിനിമയിലുണ്ടായിരുന്നു അന്ന്? എൻ്റെ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നസീറും സത്യനും അത് കഴിഞ്ഞു. അതിന് ശേഷം വന്ന ഈ നമ്മൾ സോമൻ, സുകുമാരൻ അവരൊക്കെ ഉണ്ടല്ലോ. അവരുടെ ഒരു ടീമായിരുന്നല്ലോ. സോമൻ, സുകുമാരനും പിന്നെ ജയനും, അവരൊക്കെ ടീമായിരുന്നു. തീർച്ചയായിട്ടും അധ്വാനത്തിൻ്റെ പാതയിലൂടെയാണ് കടന്നു വന്നത്. അതിനൊരു സക്സസ് സ്റ്റോറി ഉണ്ടായി. അതുകൊണ്ട് തന്നെ ബിസിനസ് സ്റ്റാർ എന്ന പ്രോഗ്രാമിൽ നമുക്ക് ഒരുമിച്ചിരിക്കാൻ സാധിച്ചു. വീണ്ടും അതായത് ബിസിനസ് സ്റ്റാർ ഓഫ് ദി സ്റ്റാർ എന്നുള്ള പേര് ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ ദൈവം അനുഗ്രഹിച്ച് നൽകട്ടെ, അതിനുള്ള ആയുസ് നൽകട്ടെ. ഈ കുടുംബവും അതിനൊപ്പം ഉയരട്ടെ, മക്കൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കാറുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ മക്കളാവണമെന്നില്ല. പക്ഷേ എന്താണ് ഈ അച്ഛൻ ആഗ്രഹിക്കുന്നത്, ഈ ഫാദർ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും എന്നും പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങൾക്കും ഇവരൊരു മാതൃകയാണ്. ജീവിതത്തിലൊരു സക്സസ് സ്റ്റോറി ഉണ്ടായി, ജീവിത മേഖലയിൽ എല്ലാ കൈവച്ച മേഖലകളിലെല്ലാം ഒരു സക്സസ് സ്റ്റോറി ഉണ്ടാക്കിയത് സത്യസന്ധതയുടെ ഒരു മുഖമുള്ളതുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അന്ന് ചേട്ടനൊരു സ്റ്റാർ ഓഫ് ദി സ്റ്റാറായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞങ്ങളോടൊപ്പം സഹകരിച്ച് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് 2 വാക്ക്. കേരളത്തിൽ മലയാളികളെ സംബന്ധിച്ച് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥത കാണിക്കുക. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ മുൻകൂട്ട് കണ്ടുകൊണ്ട് ചെയ്യുക. അനാവശ്യമായിട്ടും ആവശ്യത്തിനും അതിൽ കൂടുതലും സമരങ്ങളിലേക്ക് പോവാതെ
എല്ലാത്തിനും തൊട്ടേനും പിടിച്ചതിനും എല്ലാം കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന സ്വഭാവം മാറ്റിയെടുത്ത് സ്വയം ഒരു അർപ്പണ മനോഭാവത്തോട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാം. എന്തായാലും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു ഫാമിലി ആണെങ്കിലും ഇവിടെ കലയുണ്ട്. കലയുള്ള കുടുംബത്തിൽ ഒരിക്കലും ക്രിമിനലുകൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ പ്രിയതമ നല്ലൊരു കലാകാരിയാണ്. മകളും പാടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തൽക്കാലം പാടുന്നില്ല, അടുത്ത ഇൻ്റർവ്യൂവിൽ നമുക്ക് പാടിക്കാം. അപ്പോൾ ഇന്നൊരു തുടക്കം, കലയുടെ തുടക്കം എന്ന നിലയിൽ നമുക്ക് ചേച്ചീനെ കൊണ്ട് ഓമന അല്ലേ, ഓമന ചേച്ചിയുടെ ഓമനപ്പുഴ എന്നുള്ള പാട്ടല്ല, ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് നമ്മുടെ ബിസിനസ് സ്റ്റാറിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമ പൂജാ പുഷ്പവുമായി നീ തേടുവതാരേ, ആരേ തേടുവതാരേ, ആരേ. പാട്ട് പാടും എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ ബിസിനസ് അല്ലെങ്കിൽ തിരക്കുള്ളൊരു ഫാമിലിയിൽ പാട്ട് പാടാറില്ല, പറയാറുള്ളൂ. പക്ഷേ ഇത് മനോഹരമായിട്ട് ഗാനം ആലപിക്കാൻ സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത തലമുറയ്ക്ക് ഈ കഴിവുണ്ടാവും എന്നുള്ളതിൽ ഉറപ്പാണ് അല്ലേ. നന്നായിട്ട് പാടി. താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ബിസിനസ് സ്റ്റാറിൽ ഒരു പ്രിയതമ ഒരു ഗാനം ആലപിക്കുന്നത് നല്ല രീതിയിൽ. തീർച്ചയായിട്ടും അടുത്ത ഐഡിയ സ്റ്റാർ സിംഗറിൽ ഒരു മത്സരാർത്ഥിയായിട്ട് വരട്ടെ. വേണ്ട, ഫ്ലാറ്റിൻ്റെ ആവശ്യമില്ല, ഫ്ലാറ്റ് ഉണ്ട് നിങ്ങൾക്ക് കൂടെ, എന്നാലും ഫ്ലാറ്റ് ആവശ്യമില്ല. എന്നാലും ഞങ്ങളുടെ ഒരു അതിഥിയായിട്ട് ഒരു റിയാലിറ്റി ഷോയിലെങ്കിലും വരണം. തീർച്ചയായിട്ടും സംഗതി ഉണ്ടായിരുന്നു, എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഒരു ജഡ്ജ് എന്ന നിലയിൽ, ഞാൻ ഒരു ജഡ്ജാണ്, അതുകൊണ്ട് ജഡ്ജ് എന്ന നിലയിൽ തന്നെ പറയുന്നു, എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഭാവിയിലും ഈ കുടുംബത്തിന് എല്ലാ സംഗതികളും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും വീണ്ടും നമ്മൾ അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഏതെങ്കിലും എപ്പിസോഡിൽ കണ്ടുമുട്ടിക്കും. താങ്ക് യു. ഇവിടുത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. ഇനി പ്രേക്ഷകർക്കുള്ള ചോദ്യം ചെയ്യലാണ്. മറ്റൊന്നുമല്ല, ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? ആലോചിച്ച് 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പറയുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ശരിയായ ഉത്തരങ്ങൾ വിളിച്ചറിയിക്കുന്നവർക്ക് നല്ലൊരു സമ്മാനവും കേരള വിഷൻ്റെ ചാനലിൻ്റെ വകയായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ചോദ്യം ആവർത്തിക്കുകയാണ്. ഇന്ത്യയുടെ പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.